അപ്പോ ഞാൻ പറയണത് എന്താ ഇത് ഞാൻ ആ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടതല്ലേ. ഇനി അവർ എന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പോ നമുക്ക് അവരെ പിടിക്കാം. ഞാൻ ശിവയോട് വിളിച്ച് പറയാട്ടോ. ഈ ഗുണ്ടകളെ മുത്തച്ഛനെയും ഞങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശിവ, ഞങ്ങളെ എല്ലാവരെയും ഗുണ്ടകളെ പിടിച്ചിരിക്കുകയാണ്. നഗരത്തിന്റെ പുറത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഈ രഫ്താർ സിംഗിന്റെ മുമ്പിൽ ഒരുത്തന്റെ വിളവ് നടക്കൂല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാ നല്ലത്. നിങ്ങൾ എന്റെ ലോക്കർ തുറക്കൂല എന്നല്ലേ പറഞ്ഞു വരുന്നേ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി ആ വെള്ളം ഇങ്ങനെ മേലോട്ട് പൊങ്ങി വരും. അങ്ങനെ അതിലുള്ള മീനുകളും പൊങ്ങി വരും. അവ നിങ്ങളെ കടിക്കും. അങ്ങനെ സംഭവിക്കണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ലോക്കർ തുറക്കാൻ സമ്മതമാണെങ്കിൽ അറിയിക്കണം. വേഗം വേണം. അപ്പൊ ഞാനെല്ലാം നിർത്തും. എല്ലാവർക്കും ഇപ്പോഴേ ടാറ്റ. മോളി പോകാൻ റെഡി ആയിക്കോ. അതെ, ഒന്ന് നിന്നേ. ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണേ. ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരനെ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ മീനിന് തിന്നാൻ കൊടുക്കരുത്. വളരെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരു കാര്യം തീരുമാനിക്കേ. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ബാങ്കിൽ നിന്ന് ലോക്കർ ഇവിടെ വരെ എത്തിച്ചത്. അതിന്റെ ലോക്ക് വളരെ കാഠിന്യമാ. എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ലെന്നേ. അത് പൊളിക്കാനും പറ്റുന്നില്ല. അതില് നിറച്ച് സ്വർണത്തിന്റെ ബിസ്ക്കറ്റാ. ഇങ്ങോട്ട് നോക്കിയേ. വെള്ളം മുകളിലോട്ട് വരുന്തോറും മീനുകളും മുകളിലോട്ട് വന്നോണ്ടിരിക്കും. അങ്ങനെ മീനുകളെല്ലാം കൂട്ടം കൂടി നിങ്ങൾ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. കേട്ടോ? ഈ മീനുകളൊക്കെ വിശന്ന് വലഞ്ഞിരിക്കുക. ഒരു മിനിറ്റ് മതി, എല്ലാം തിന്നു തീർക്കും. ശിവ വന്നോണ്ടിരിക്കും. അതുവരെയ്ക്കും നമുക്ക് കുറച്ച് അഭിനയിക്കാം. ലോക്കർ തുറക്കുന്നത് പോലെ ഒന്ന് അഭിനയിച്ചാ മതി മുത്തശ്ശ. ശരി ഗിരഫ്താർ സിംഗ്, ഞാൻ അങ്ങോട്ട് വന്ന് തുറന്നു തരാം. രഫ്താർ സിംഗ്, നീ ആള് മിടുക്കനാ മോനെ. എന്നെ തോപ്പിക്കാൻ ആരുമില്ല. എന്നാ ഒരു കൈ നോക്കാം. വരൂ. എന്നെ ഒന്ന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോണോ? ഈ രഫ്താർ സിംഗിന്റെ അടുത്ത് ഒരുത്തന്റെയും വേല നടക്കൂല. അഥവാ ഇവര് പ്ലാൻ മാറ്റിയാല് നിങ്ങളായിരിക്കും മീനിന് ഭക്ഷണമാവുക. അവര് തുറന്നാ രക്ഷപ്പെടും. നടക്കോ? ഒന്ന് വേഗം 3275-നെ 36 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്ന് പറയൂ. ആ നമ്പറാണ് നമുക്കിവിടെ ഫീഡറിൽ കൊടുക്കേണ്ടത്. വേണ്ട, മുകളിലേക്ക് കയറരുത്. വേണ്ട. നിങ്ങൾ എന്തൊക്കെയാ എഴുതി കൂട്ടണേ? എടോ, താൻ എന്താ ഈ കാട്ടുന്നേ? കണക്കറിയാതെ ഞാൻ വിദേശത്ത് ജോലി ചെയ്തേനെ. എന്നോട് വേണോ തന്റെ കളി? സാറിന്റെ ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അതിൽ ചെയ്യാലോ. ഓ യെസ് യെസ്. ശിവ, ലഡു സിംഗിനെ ഇപ്പോഴും അവരവിടെ കെട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ അവിടെ തന്നെയുള്ള വേറൊരു കെട്ടിടത്തിലേ ഉള്ളേ.
പയ്യനല്ലേ നമ്മളെ പിടിച്ച് ശരിക്കും കാട്ടിയത്. തല്ല് ഓർമ്മയുണ്ടോ അതോ അതും മറന്നോ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. വേണ്ട, എന്റെ പുറകെ വരരുത്. വേണ്ട, വേണ്ട, കടിക്കരുത്. വേണ്ട, കടിക്കരുത്. കടിക്കരുത്. എവിടേക്ക്? എന്റെ പുതിയ ഷൂ ആണ്. കടിക്കരുത്. വേണ്ട, വേണ്ട. ശിവ, രക്ഷിക്കണേ. കടിക്കരുത്. കടിക്കരുത് പറഞ്ഞില്ലേ? വേണ്ട, വേണ്ട. പുതിയ ഷൂ വേണ്ട. കടിക്കരുതെന്ന് പറഞ്ഞില്ലേ? രക്ഷിക്കണേ. വേണ്ട. എന്റെ ശിവ വന്നല്ലോ. ശിവ ശിവ ഹേ ശിവ ശിവ ഹേ ശിവ ശിവ. ഓഹോ, താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. വന്നേ, ഇനി നമുക്ക് പോയിട്ട് മുത്തശ്ശനെ അന്വേഷിക്കാം. വന്നേ. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. കുട്ടി, നീ വീണ്ടും ഇവിടെ വന്നോ? ഇത്തവണ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്നെ നല്ലല്ലേ? നല്ലല്ലേ? വേണ്ട പറഞ്ഞില്ലേ? സ്വർണം. ഇത് സ്വന്തയാണ്. ഇതെന്റെയാണ്, എന്റെ സ്വർണം. ഇത് ബാങ്കിന് കളവ് പോയ സ്വർണ്ണ കട്ടികളാണ്.
യു ആർ അണ്ടർ അറസ്റ്റ് അവതാർ സിംഗ്. ശിവ എന്ന മിടുക്കന്റെ നിയമത്തിന് മുന്നിൽ ഒരുത്തന്റെ നടവ് വില പോകില്ല. ബോസേ, ഞാൻ ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് വന്നിട്ട് കേട്ടാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അല്പം താമസിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ലോക്കർ തുറന്നല്ലേ. ഓക്കേ, എന്തായാലും ഞാനും കൈ പൊക്കിയേക്കാം. ഈ ലോക്കർ തുറക്കാൻ വേണ്ടിട്ടാ അവരെന്നെ പിടികൂടിയത്. അല്ല, ഇത് ആരാ തുറന്നേ? ശിവയുടെ പഞ്ച് കൊണ്ടാ. എന്താ ശിവ ചെയ്ത പഞ്ച് കൊണ്ടോ? ശിവയുടെ ഒരു പഞ്ച് എന്ത് വേണമെങ്കിലും തുറക്കപ്പെടും. ശരിയല്ല ശിവ?